യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് വ്ളാഡിമിർ സെലൻസ്കി. യൂറോപ്യൻ കൌൺസിൽ യോഗത്തിലാണ് സെലൻസ്കി ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. 5 ബില്യൺ യൂറോ നൽകി യുക്രൈനെ സഹായിക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടു. ആയിഷത്തുൽ ഷംന ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഷംന, വെരി ഗുഡ് മോർണിംഗ്. 30 ദിവസത്തെ വെടിനിർത്തൽ താൽക്കാലികമായി നടപ്പാക്കണമെന്ന ട്രംപിന്റെ ആവശ്യം പോലും അംഗീകരിക്കാൻ പുടിൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തേടുന്നത് സെലൻസ്കി. എന്ത് പ്രതീക്ഷിക്കണം നമ്മൾ? ആര്യ, നേരത്തെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ താൽക്കാലിക വെടിനിർത്തലിന് സമ്മതമാണ് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു റഷ്യയുടെ ഭാഗത്തു നിന്നും. പക്ഷെ അങ്ങനെയല്ല, വീണ്ടും റഷ്യ കടുത്ത വ്യോമാക്രമണമാണ് യുക്രൈനു മേൽ ഇപ്പോൾ നടത്തുന്നത്. ഈ റഷ്യ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ നൽകിയ വാഗ്ദാനങ്ങൾ അത് റഷ്യ പാലിക്കുന്നില്ല, വാക്കു പാലിക്കുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കുക, താൽക്കാലികമായ വെടിനിർത്തൽ എന്നുള്ള റഷ്യയുടെ വാക്കുകൾ അതൊന്നും പാലിക്കാതെ പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തണം. ഈ യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കാനും ലോകരാജ്യങ്ങളാണ് റഷ്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് എന്നാണ് ഇപ്പോൾ സെലൻസ്കി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ റഷ്യ അനാവശ്യമായ ഉപാധികളാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അനാവശ്യ ചർച്ചകളാണ്, അനാവശ്യ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഉപാധികൾ, അത്തരമൊരു ഉപാധിയുടെയും ആവശ്യമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ സെലൻസ്കി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ നേരത്തെ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ സമയത്തൊക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വലിയ രീതിയിൽ അതൊരു വാക്ക് തർക്കത്തിലേക്ക് കടക്കുന്നത്, ഈ സെലൻസ്കിയും ട്രംപുമായി വലിയ രീതിയിൽ ഒരു വാക്കു തർക്കത്തിലേക്ക് കടക്കുകയും പിന്നീട് ആ ഒരു ചർച്ച അവസാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിന് പിന്നാലെ സെലൻസ്കി തന്നെ രംഗത്തെത്തിയിരുന്നു. വീണ്ടും US-മായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക, ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക, ആ ഒരു കാര്യം ലക്ഷ്യമിട്ടുകൊണ്ട് വീണ്ടും സെലൻസ്കി രംഗത്തെത്തിയിരുന്നു. US-മായി തങ്ങൾ തയ്യാറാണ് ചർച്ചയ്ക്ക്. US-ന്റെ ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ US-ന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നു എന്നൊക്കെ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പക്ഷേ റഷ്യ അത്തരത്തിലുള്ള ഒരു വാഗ്ദാനങ്ങളും പാലിക്കുന്നില്ല. റഷ്യ വാഗ്ദാനങ്ങൾ സാഹചര്യം കൂടിയുള്ളത്. ഏതായാലും സമാധാനം ഉടനെ പുലരണം എന്നുള്ളതാണ് ലോകത്തിന്റെ ആകമാനമുള്ള ആവശ്യം. എന്തായാലും റഷ്യ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് സെലൻസ്കി യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കുന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണം എന്നതിനപ്പുറം 5 ബില്യൺ യൂറോ ധനസഹായം കൂടി നൽകണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്.